ശ്രീ പ്രശാന്ത്, ഈ രാഹുൽ ഗാന്ധി ശരിയായ ദിശയിലാണോ പോകുന്നതെന്നൊരു സംശയിക്കേണ്ടിയിരിക്കുന്നു. ഇപ്പോൾ ലോകം മുഴുവൻ ഇന്ത്യയുടെ മുമ്പിൽ നമിക്കുകയാണ്. പ്രത്യേകിച്ച് ഈ മഹാകുംഭമേള നടക്കുന്ന അവസരത്തിൽ ഈ പാകിസ്ഥാൻ പോലും അത്ഭുതം കൂറി നിൽക്കുകയാണ്. ഈ അവസരത്തിലാണ് ഇന്ത്യയിലെ പ്രതിപക്ഷ നേതാവ് ഇന്ത്യക്കെതിരെ പോരാടുന്ന ഒരു ചിത്രമാണിപ്പോൾ കാണുന്നത്. അദ്ദേഹം നിരന്തരമായിട്ട് ഈ ആക്ഷേപത്തിന് വിധേയനായിക്കൊണ്ടിരിക്കുകയാണല്ലോ. കാരണം അദ്ദേഹം പ്രതിപക്ഷ നേതാവായിട്ട് വന്നതിന് ശേഷവും വിദേശത്ത് പോയി. ഒരു പ്രതിപക്ഷ നേതാവ് വിദേശത്ത് പോകുമ്പോൾ എന്തെല്ലാം പറയണം, ആരെയൊക്കെ കാണണം, എന്തൊക്കെ സംസാരിക്കണം, ഇതൊക്കെ ഉള്ള സമയത്തും അതിന് നിയമമുള്ള സമയത്തും ആ നിയമം എങ്ങനെയാണോ അതിന് നേരെ വിപരീതമായിട്ട് ഈ പറയുന്ന അമേരിക്ക പോലെയുള്ള സ്ഥലത്ത് പോയി വിദ്യാർത്ഥികളുമായിട്ട് സംവദിച്ചു, പല ആൾക്കാരുമായിട്ട് സംവദിച്ചു. അന്നും ഇദ്ദേഹം പറഞ്ഞത്, ഒരു സിഖുകാരനെ വിളിച്ചിട്ട് നിങ്ങൾക്ക് തലപ്പാവുണ്ടല്ലോ, നിങ്ങൾക്ക് ഇവിടെ തലപ്പാവ് ധരിക്കാൻ സാധിക്കുമല്ലോ, എൻ്റെ നാട്ടിൽ തലപ്പാവ് ധരിക്കാൻ സാധിക്കത്തില്ല, സിഖുകാർക്ക് അവരുടെ ഗുരുദ്വാരയിൽ പോകാൻ സാധിക്കത്തില്ല. ഇങ്ങനെ പല രീതിയിലുള്ള ആക്ഷേപം ഇന്ത്യയുടെ ഭാഗം നിന്നുകൊണ്ട് ഞാൻ ഇന്ത്യക്കാരനാണ്, അല്ലെങ്കിൽ ഇവിടെ ജനാധിപത്യ സംവിധാനമില്ലെന്ന് ഉറക്കെ പലവട്ടം പറയുന്ന ഒരവസ്ഥ. അപ്പം അദ്ദേഹം പറയുമ്പോൾ അത് വിദേശത്ത് എന്ന് പറയുമ്പോഴായാലും ഇന്ത്യയിൽ നിന്ന് പറയുമ്പോഴായാലും ഇന്ത്യ മഹാരാജ്യത്തിൻ്റെ വലിപ്പത്തിനനുസരിച്ച് മാത്രവുമല്ല ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നേതാവ്, ഇപ്പം അദ്ദേഹം പ്രതിപക്ഷ നേതാവ് കൂടിയാണ്. ആ പ്രതിപക്ഷ നേതാവ് പറയുമ്പോൾ അത് ലോകത്തുടനീളം ചർച്ച ചെയ്യുന്ന ഒരവസ്ഥയിലേക്ക് പോകും. നമ്മൾ വിദ്യാർത്ഥികളുമായിട്ട് അന്ന് സംവദിക്കുന്ന ഒരു വിഷയമാണ് ഉണ്ടായത്. പ്രതിപക്ഷ നേതാവെന്നൊന്നല്ല, വിദ്യാർത്ഥികളുമായിട്ട് സംവദിക്കുമ്പോൾ ഇപ്പോൾ അമേരിക്കയിലെ ഒരു വലിയ യൂണിവേഴ്സിറ്റിയിലെ വിദ്യാർത്ഥികളുമായിട്ട് സംവദിക്കുമ്പോൾ ആ യൂണിവേഴ്സിറ്റിയിൽ അല്ലെങ്കിൽ അത്തരത്തിൽ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കാൻ വരുന്ന വിദ്യാർത്ഥികൾ ഒരുപക്ഷേ നമ്മളീ പറയുന്നത് പോലെ ഓരോ രാജ്യത്തെയും നാളെ കാലത്തെ ആ രാജ്യത്തെ നയിക്കാൻ പ്രാപ്തിയുള്ള പിള്ളേരായിരിക്കും വരുന്നത്. നാളെ കാലത്ത് ചിലപ്പോൾ ആ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയും പ്രസിഡൻറ്റും ഒക്കെ ആവാൻ, അല്ലെങ്കിൽ അത്തരത്തിൽ വേറെ പല മേഖലയിലും ഈ പറയുന്ന കഴിവ് തെളിയിക്കാനും, അല്ലെങ്കിൽ അത്തരത്തിൽ കഴിവുള്ള ആൾക്കാരാണല്ലോ ഇത്തരം യൂണിവേഴ്സിറ്റിയിൽ. ഈ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് മാതൃകയാകേണ്ട ആൾ, അല്ലെങ്കിൽ അത്തരത്തിൽ ഇദ്ദേഹത്തെ പഠിക്കാൻ വേണ്ടിയാണല്ലോ അവർ ഇദ്ദേഹത്തെ കേൾക്കാൻ വേണ്ടി വരും. ആ ആൾ ഇന്ത്യയെപ്പറ്റി പറയുമ്പോൾ അല്ലെങ്കിൽ ഇയാൾ ഇത്തരക്കാരനാണെന്നോ, ഇയാൾക്ക് വിദ്യാഭ്യാസമില്ലെന്നോ, അല്ലെങ്കിൽ ബോധമില്ലെന്നോ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഭാഗത്ത് നിന്നുകൊണ്ട് ഇന്ത്യയെ ഇല്ലായ്മ ചെയ്യുന്ന ഇന്ത്യക്ക് വിരുദ്ധമായിട്ടുള്ള ആൾക്കാർ പറയിക്കുന്നതാണെന്നോ ഒന്നും അവരറിയുന്നില്ലല്ലോ. അദ്ദേഹത്തിൻ്റെ അജണ്ട ഇന്ത്യ മഹാരാജ്യം എന്ന് പറയുന്നതിനെ ലോകത്തുടനീളം ഇല്ലായ്മ ചെയ്യുക, അല്ലെങ്കിൽ ഇന്ത്യ മഹാരാജ്യം മോശമായ രാജ്യമാണെന്ന് ചില ആൾക്കാരുടെ അജണ്ട പറയുകയാണെന്നുള്ളത്. അത് വിശ്വസിച്ച് പോയാൽ ആ വിദ്യാർത്ഥികളുടെ ഇടയിൽ ഇന്ത്യയുടെ ഇമേജ് എങ്ങനെയാവും, അല്ലെങ്കിൽ ലോകത്തിൻ്റെ ഇമേജ് എങ്ങനെയാവും? നമ്മളീ പറയുമ്പോൾ ഈ രാഹുൽ ഗാന്ധി ഇപ്പം AICC അല്ലെങ്കിൽ ഓഫീസിൻ്റെ ഉദ്ഘാടന സമയത്താണ് ഇത് പറഞ്ഞതെന്ന് പറയുന്നത്. ഞാൻ RSSനെതിരെ സമ്മതിച്ചു, ഞാൻ BJPക്കെതിരെ സമ്മതിച്ചു, ഞാൻ ഇന്ത്യക്കെതിരെ അല്ലെങ്കിൽ ഇന്ത്യൻ ഭരണകൂടത്തിനെതിരെ എന്ന് പറയുമ്പോൾ ഇദ്ദേഹം അതിൻ്റെ ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവായിട്ടിരിക്കുകയാണ്. രാവിലെയും വൈകിട്ടും ഈ ഭരണഘടന എന്ന് പറയുന്ന ഒരു പുസ്തകം കൊച്ചു പുസ്തകം പോക്കറ്റിൽ വെച്ചേക്കുന്നത് പോലെ എടുത്ത് പൊക്കി കാണിച്ചുകൊണ്ട് സ്വാതന്ത്ര്യം വേണമെന്ന്, അപ്പോൾ ഭരണഘടന പൊക്കി കാണിക്കുകയും അത് പോക്കറ്റിൽ വെക്കുകയും ചെയ്യുന്ന ഒരാൾ ഇന്ത്യക്കെതിരെ പോരാടുന്ന ആൾ, ഇന്ത്യക്കെതിരെ പോരാടുകയെന്ന് പറഞ്ഞാൽ ഇദ്ദേഹത്തെ രാജ്യദ്രോഹ കുറ്റം ചുമത്തി അകത്തിടാൻ പ്രാപ്തമായിട്ടുള്ള വർത്തമാനം പറഞ്ഞേക്കുന്നേ. ഞാൻ ഇന്ത്യക്കെതിരെ പോരാടുകയാണ് ഇവിടുത്തെ ഖാലിസ്ഥാൻകാരാണ് പറയുന്നത്, ഖാലിസ്ഥാൻവാദികളാണ് പറയുന്നത്, പന്വനാണെന്ന് പറയുന്നത്, അല്ലെങ്കിൽ അതിനോട് യോജിക്കുന്ന ആണയിക്കുന്ന ഖാലിസ്ഥാൻവാദികളാണ് പറയുന്നത്. ഇവിടെ ഇന്ത്യ വിഭജിക്കുമെന്ന് പറയുന്ന അത്തരക്കാരാണ്. അവരുടെ ഭാഗം നിന്ന് സംസാരിക്കുന്ന പോലെയല്ലേ അദ്ദേഹം അവരുടെ ഭാഗം തന്നെയാണ് ഇദ്ദേഹം പലവട്ടം തെളിയിച്ചു കഴിഞ്ഞു. അവിടെ ചെല്ലുമ്പോൾ അമേരിക്കയിൽ ചെല്ലുമ്പോൾ പന്വൻ്റെ ഭാഗമായിട്ട് സംസാരിക്കുന്നു, അദ്ദേഹത്തിൻ്റെ പ്രസ്ഥാനങ്ങൾ ഇദ്ദേഹത്തിന് അനുകൂലമാകുന്നു. അതുപോലെ തന്നെ ഇദ്ദേഹത്തിൻ്റെ വിദേശ യാത്രയിൽ ഇപ്പം കഴിഞ്ഞ ദിവസം വിയറ്റ്നാമിൽ നിന്ന് വന്നതിന് ശേഷമാണ് ഈ വർത്തമാനം. അദ്ദേഹം വിയറ്റ്നാമിൽ പോയതെപ്പോഴാണ്? ആരോടാണ് ഇദ്ദേഹത്തിന് കൂറ്? മൻമോഹൻ സിംഗ് മരിച്ചു കിടക്കുന്ന സമയത്ത് ഈ രാജ്യത്ത് പ്രതിപക്ഷവും ഭരണപക്ഷവും, അല്ലെങ്കിൽ അദ്ദേഹത്തെ അറിയാവുന്ന ഒരു സാധാരണ വ്യക്തി പോലും അദ്ദേഹത്തിൻ്റെ മരണത്തിനകത്ത് ദുഃഖം, അല്ലെങ്കിൽ അദ്ദേഹം ഭരിച്ച കാലത്തുണ്ടാക്കിയ നമ്മൾ ഈ സാമ്പത്തിക രംഗത്തുണ്ടാക്കിയ മാറ്റങ്ങൾ ഇന്ത്യയെ പുരോഗതിയിലേക്ക് നയിച്ചു, അതാരും അംഗീകരിച്ചേ മതിയാവും. അപ്പോൾ അത്തരത്തിലുള്ള ഒരു ഭരണാധികാരി അത് കോൺഗ്രസിൻ്റെ ഭാഗമായിട്ട് കോൺഗ്രസ് അഭിനയിക്കേണ്ടില്ല. അദ്ദേഹം മരിച്ചു കിടക്കുമ്പോൾ ഇവിടെ ഔദ്യോഗിക ദുഃഖം പ്രഖ്യാപനം നടത്തുമ്പോൾ ആ സമയത്ത് അദ്ദേഹം പോകാവോ? ഏത് പരിപാടിയാണ്? ഇതിനകത്ത് പിന്നെ വേറൊരു കാര്യം നമ്മൾ ആലോചിക്കേണ്ടത്, ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവാണ്
ഈ പണ്ടൊക്കെ പ്രതിപക്ഷ നേതാവ് എന്ന് പറഞ്ഞാൽ അദ്ദേഹം സഭയിൽ എഴുന്നേൽക്കുമ്പോൾ തന്നെ പ്രധാനമന്ത്രി അവിടെ ഇങ്ങനെ ഇരിക്കുക പ്രസംഗം കേൾക്കാൻ വേണ്ടി. ജവഹർലാൽ നെഹ്റു, ഇന്ത്യയുടെ ആദ്യത്തെ പ്രതിപക്ഷ നേതാവായിരുന്ന AK ഗോപാലിൻ്റെ പ്രസംഗം ഉണ്ടെന്നുണ്ടെങ്കിൽ ജവഹർലാൽ നെഹ്റു അങ്ങനെ ഇരിക്കുമെന്നാണ് പറയുന്നത്. എന്തിനേറെ പോകും നമ്മുടെ NK പ്രേമചന്ദ്രൻ എഴുന്നേൽക്കുന്ന സമയത്ത് നരേന്ദ്രമോദി ആ പ്രസംഗം കേൾക്കാനിരിക്കും. സാറേ, അത് സാറി പറയുമ്പം നമ്മുടെ ഇന്ത്യ ഇപ്പം ലോകത്തിലെ ഏറ്റവും വലിയ എല്ലാവിധ മറ്റ് രാജ്യങ്ങളായിട്ടും കിടപിടിക്കത്തില്ല, എല്ലാ രീതിയിലും എല്ലാ മേഖലയിലും ശക്തമാണ്. ഇന്ത്യ സ്വാതന്ത്ര്യാനന്തരം ഇത്രയും കാലഘട്ടത്തിൽ സാറി പറയും പോലെ നമ്മൾ പരിശോധിക്കുമ്പം നമ്മുടെ ലോകസഭയ്ക്കും അല്ലെങ്കിൽ രാജ്യസഭയ്ക്കും ഒക്കെ ഇത്തരത്തിൽ പ്രത്യേകതകളുണ്ടായിരുന്നു. ലോകം ഉറ്റുനോക്കുന്ന ലോകസഭയും രാജ്യസഭയും അത്തരത്തിലുള്ള ഭരണാധികാരികളും അല്ലെങ്കിൽ പ്രതിപക്ഷ നേതാക്കളും ഒക്കെ ഉള്ളൊരു സമയമാണ്. ആ സ്ഥാനത്താണ് ഇതുപോലെ കോമാളിത്തരം മാത്രം കൈമുതലായിട്ടുള്ള എന്തു പറയുന്നു എന്ന് സ്വയം ബോധ്യമില്ലാത്ത ഒരു മനുഷ്യൻ ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവായിട്ടിരിക്കുന്നത്. ഇത് ഇന്ത്യക്ക് നാണക്കേടാണ്, ഇന്ത്യയിലെ ജനങ്ങൾക്ക് നാണക്കേടാണ്. ഇദ്ദേഹത്തെ കോലം കെട്ടിക്കുന്നവർ അതാണ് ഉദ്ദേശിക്കുന്നത്. കാരണം പ്രതിപക്ഷ നേതാവെന്ന് പറയുമ്പോഴും ഇന്ത്യയുടെ ഭാഗമല്ലേ. ഇപ്പോൾ പ്രതിപക്ഷ നേതാവിന് എന്തെല്ലാം പ്രിവിലേജ് ഉണ്ട്, അത് നമ്മൾ മനസ്സിലാക്കണം. അപ്പം അതിനെയെല്ലാം ലംഘിച്ചിട്ട് വെല്ലുവിളിക്കുന്നു. ഈ വെല്ലുവിളികൾ ആരുടെ ഭാഗം? ഇദ്ദേഹത്തിൻ്റെ വായിൽ നിന്ന് വരുന്ന അതേ സ്വരം വരുന്ന വേറെ എവിടെ നിന്നാണ് നമ്മൾ മനസ്സിലാക്കണം. അതുപോലെ തന്നെ ഇദ്ദേഹത്തെപ്പറ്റി ഭയങ്കര 2019 ശേഷം മാത്രം എടുത്ത കണക്ക് എനിക്ക് തോന്നുന്നു വിദേശയാത്ര 1 മാസം 60-70 ദിവസം അദ്ദേഹം വിദേശത്താണ്. ഈ വിദേശത്ത് പോകുമ്പോൾ ഇദ്ദേഹത്തിൻ്റെ സെക്യൂരിറ്റി അദ്ദേഹം കട്ട് ചെയ്യുന്നു. അദ്ദേഹം പോകുന്നത് രഹസ്യമായിട്ടാണ് പോകുന്നത്. രഹസ്യാന്വേഷണ വിഭാഗം അല്ലെങ്കിൽ നമ്മുടെ രഹസ്യാന്വേഷണ സംവിധാനം ഇദ്ദേഹത്തിൻ്റെ പോക്കുകളെ പറ്റി പഠിച്ചിട്ട് റിപ്പോർട്ട് കേന്ദ്ര ഗവൺമെൻറ് കൊടുത്തിട്ടുള്ളത് എല്ലായിടത്തും ഇദ്ദേഹം സന്ദർശിച്ചുകൊണ്ടിരിക്കുന്നത് ഇന്ത്യക്കെതിരെ, കാശ്മീരിനെതിരെ അല്ലെങ്കിൽ ഇന്ത്യക്കകത്ത് നടക്കുന്ന ഈ ഇന്ത്യ വിരുദ്ധ പ്രസ്താവനകൾ കൃത്യമായിട്ട് നടത്തുന്ന നേതാക്കന്മാർ, ലോകത്ത് പലയിടത്തും അത്തരത്തിൽ പ്രസ്താവന നടത്തുന്ന അവരെയാണ് സംവദിക്കുന്നത്. ഇപ്പം അതുപോലെ ഇദ്ദേഹം പോകുന്ന ഇതിനെല്ലാം ഒരു ഔദ്യോഗിക പദവി ഇപ്പോൾ ഉണ്ടല്ലോ. ഇപ്പം തന്നെ അദ്ദേഹം പോകുന്നത് എന്താ? വിയറ്റ്നാമിന് എന്തിനാണ് അദ്ദേഹം പോയത്? ഔദ്യോഗികമായിട്ട് തന്നെ റിപ്പോർട്ട് എന്തേ? അല്ലെങ്കിൽ ജനം അറിയണ്ടേ? ദുരൂഹതയുണ്ട്. അപ്പം ഈ പറയുന്ന ഇദ്ദേഹത്തിന് തലയ്ക്ക് സുഖമില്ല എന്ന് പറയുന്നതിന് നമുക്ക് കഴിയത്തില്ല. എന്തായാലും അദ്ദേഹം തലയ്ക്ക് സുഖമുണ്ടായിട്ട് പറയുന്നതാണെങ്കിലും സുഖമില്ലാതെ പറയുന്നതാണ് ഇത് രാജ്യവിരുദ്ധമാണ്. കഴിഞ്ഞ ലോകസഭയിൽ അല്ലെങ്കിൽ സമ്മേളനത്തിൽ BJP രാജ്യദ്രോഹികൾ എന്ന് പച്ചയായിട്ട് വിളിക്കാൻ രാഹുൽ ഗാന്ധിയും അമ്മയും തയ്യാറായപ്പോൾ അത് വീണ്ടും അങ്ങനെയാണെന്ന് തെളിയിക്കുന്ന പ്രസ്താവനയല്ലേ വരുന്നത്. അപ്പം ഈ മാത്രമല്ല, നേരത്തെ സ്വാമി പറഞ്ഞൊരു കാര്യം കേട്ടിരുന്നു സാറ്, നമ്മുടെ ഈ സുബ്രഹ്മണ്യസ്വാമിയെ ചുമ്മാതെ ആക്ഷേപം ഉന്നയിക്കത്തില്ല. സുബ്രഹ്മണ്യസ്വാമി ആക്ഷേപം ഉന്നയിച്ചാൽ ആ ആക്ഷേപത്തിന് മറുപടി പറയാൻ പോലും അദ്ദേഹം നിൽക്കില്ല. ഇദ്ദേഹത്തിൻ്റെ പേരിലുള്ള ആക്ഷേപം എന്ന് പറയുന്നത് ഇദ്ദേഹം ഇന്ത്യൻ പൗരനല്ല അല്ലെങ്കിൽ ഇന്ത്യൻ പൗരത്വത്തിന് അർഹനല്ല എന്നാണ് പറയുന്നത്. ഇത് നേരത്തെ അദ്ദേഹം പാർലമെന്റിൽ ഈ ആക്ഷേപം കൊടുത്തതാണ്. അപ്പം ആക്ഷേപം കൊടുത്തപ്പോൾ അതിന് വ്യക്തത ഇല്ലാത്തതുകൊണ്ട് ഇദ്ദേഹം കോടതി ഇപ്പോൾ കേസ് പറഞ്ഞില്ല. കാരണം വ്യക്തമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ എപ്പോഴും നിൽക്കുന്നത്. ഇതുപോലെ വേറെ ആക്ഷേപം ഇദ്ദേഹം ഉന്നയിച്ചിട്ടുണ്ട്. 2019 ഈ അദ്ദേഹത്തിൻ്റെ സഹോദരി ഉണ്ടല്ലോ പ്രിയങ്ക ഗാന്ധിയെ പറ്റി പറഞ്ഞത് ഇവർക്ക് ഡബിൾ പോളാർ ഡിസോർഡർ, അതായത് ദ്വൈവ്യക്തിത്വമാണ് ഇവർക്ക് ഉള്ളത്. ഇവർക്ക് മാനസിക രോഗമുള്ള സ്ത്രീയാണ്. ഇവർ ആൾക്കാരെ ഉപദ്രവിക്കും. ഇവരെ ഒരിക്കലും ഒരു ഭരണാധികാരിയായിട്ട് ഇരുത്താൻ കൊള്ളത്തില്ല. ഭരണാധികാരി എന്ന് പറയുമ്പോൾ മാനസിക നിലയ്ക്കകത്ത് കൃത്യമായ അല്ലെങ്കിൽ മാനസിക നിലയ്ക്കകത്ത് കുഴപ്പമുള്ള ആൾക്കാർക്ക് ഭരണാധികാരികളായിട്ട് ഇരിക്കാൻ പറ്റത്തില്ല. കാരണം അവരെ ഇപ്പം എന്ത് പ്രവർത്തിക്കും. ഇപ്പം ഇപ്പോൾ വയനാട്ടിൽ ഇലക്ഷൻ വന്ന് വീണ്ടും അദ്ദേഹം കുറിച്ചു. നമ്മളെപ്പോലുള്ള ചാനലുകളോ അല്ലെങ്കിൽ മറ്റു ചില ആൾക്കാർ ഇത് പറഞ്ഞെങ്കിലും അതിനെ വെച്ചൊരാക്ഷേപത്തിന് തയ്യാറായില്ല. അപ്പം ഈ രീതിയിലേക്കുള്ള വൈകല്യം അവർക്കുണ്ട്. അതുകൊണ്ട് അവരെ തിരഞ്ഞെടുക്കരുത്. വയനാട്ടുകാർ ആലോചിക്കണം. കാരണം ഇവർക്ക് സ്ഥിരമായിട്ടൊരു തീരുമാനം എടുക്കാൻ കഴിയത്തില്ല. പല ഘട്ടങ്ങളിൽ പല രീതിയിൽ അല്ലെങ്കിൽ പെരുമാറുന്ന ഒരു സ്ത്രീയാണ് എന്ന് പറയുന്ന ഒരവസ്ഥയുണ്ട്. ഞാനിപ്പോൾ അത് പറയാൻ കാര്യം എന്ന് പറഞ്ഞാൽ ഈ രാഹുൽ ഗാന്ധിയെ പറ്റി ഇപ്പം നമ്മൾ അതേ രീതിയിൽ ചിന്തിക്കേണ്ട ഒരവസ്ഥയാണ്. അല്ലെങ്കിൽ വളരെ കൃത്യമായിട്ട് അദ്ദേഹം ഒരുക്കുന്ന ഗ്രൗണ്ട് ഈ പറയുന്നത് പോലെ ജനാധിപത്യ സംവിധാനത്തെ തച്ചുടയ്ക്കുന്ന ഗ്രൗണ്ടാണ്. നമ്മൾ പലവട്ടം ചർച്ച ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിന് ഇനിയും ജനാധിപത്യ സംവിധാനത്തിൽ കൂടി രാജ്യത്ത് അധികാരത്തിൽ വരാൻ പറ്റത്തില്ല എന്ന് ബോധ്യപ്പെട്ട് പല ഘട്ടങ്ങളിലും പല രീതിയിലുള്ള കലാപത്തിനും കോപ്പ് കൂട്ടുന്നൊരവസ്ഥയുണ്ടായി. അത് ഇവിടുത്തെ ഭരണാധികാരികളുടെയും ഈ രാജ്യത്തിൻ്റെയും കഴിവ് കൊണ്ട് അല്ലെങ്കിൽ അവരുടെ ഇടപെടൽ കൊണ്ട് മാറിയിട്ടുണ്ട്. പക്ഷെ അത് കൃത്യമായിട്ട് ഇനി പരസ്യമായിട്ട് ആഹ്വാനം ചെയ്യുന്നതിന് വേണ്ടിയാണോ ഞാൻ ഇന്ത്യക്ക് എതിരാണ് എൻ്റെ യുദ്ധം എന്ന് പറയുമ്പോൾ അതിന് സമാനതയുള്ള ആൾക്കാരെ കൂട്ടിയോജിപ്പിക്കുന്നതിന് വേണ്ടിയും
പരസ്യമായിട്ടൊരു കലാപത്തിന് ആഹ്വാനം ചെയ്യുന്ന രീതിയിലേക്ക് നമ്മൾക്ക് ഈ പ്രസ്താവനയെ കാണേണ്ടി വന്നാലും അല്ലെങ്കിൽ ആരെങ്കിലും അങ്ങനെ വിചാരിച്ചാലും തെറ്റു പറയാൻ പറ്റത്തില്ല. അപ്പോൾ ഏതായാലും രാഹുൽ ഗാന്ധി ഇന്നലകളിൽ പറഞ്ഞതിൽ നിന്നും ഒരു മാറ്റവുമില്ലാതെ കൂടുതൽ ആർജവത്തോടുകൂടി, നേരത്തെ അല്പം മറച്ച് പറഞ്ഞിരുന്നിട്ടുണ്ടെങ്കിൽ ഇപ്പം കൂടുതൽ ആർജവത്തോടുകൂടി തെളിച്ച് ഇന്ത്യക്കെതിരെ, ഞാൻ ഇന്ത്യക്കെതിരെ എന്ന് പറഞ്ഞു, നെഹ്റുവിന്റെ കാലം തൊട്ടേ തനി ഗുണം മറനീക്കി പുറത്തു വന്നത് രാഹുലിന്റെ, നമ്മൾ ഈ പറയുമ്പം ഈ കോൺഗ്രസിന്റെ ഭരണകാലത്തെ പറ്റി BJP പലവട്ടം ആക്ഷേപം ഉന്നയിക്കുമ്പോഴും നമ്മളതിനകത്ത് ഇത്രയും ആഴത്തിൽ ഇതിനകത്ത് പ്രശ്നമുണ്ടെന്ന് കണ്ടിരുന്നില്ല. നെഹ്റുവിൻ്റെ കാലത്തും ഇന്ത്യ മഹാരാജ്യം ഭരിച്ചിരുന്നു. പല താല്പര്യങ്ങളും പലരുടെയും അല്ലെങ്കിൽ സ്വാധിച്ചു കൊടുത്തിട്ട് ഇന്ത്യ ഭരിച്ചുകൊണ്ട് പോയൊരവസ്ഥ ഉണ്ടായിരുന്നെങ്കിലും അതിൻ്റെ കൂടെ ഇന്ത്യയുടെ കാര്യങ്ങൾ നടന്നുപോയി. എന്നാലും ഇന്ന കാര്യങ്ങൾ നടത്തിക്കോ, ഇതിനപ്പുറം പോകരുതെന്ന് പറയും. അപ്പം ഇപ്പം അങ്ങനല്ല, നമ്മളുടെ കാര്യം നമ്മൾ തീരുമാനിച്ച് നടപ്പാക്കുന്ന ഒരവസ്ഥയുണ്ട്. അപ്പം ചില താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ പറ്റാത്ത ഒരു ഭരണകൂടം, അപ്പം ആ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ പറ്റുന്ന ഒരു ഭരണകൂടത്തിനെ കൊണ്ടുവരുന്നതിന് വേണ്ടി ഈ രാഹുൽ ഗാന്ധിയെ നിയോഗിച്ചിരിക്കുകയാണ്. അപ്പം അതിന് പറ്റാതെ വരുമ്പോൾ ഏതർത്ഥത്തിലും അദ്ദേഹം വരുന്നതിന് വേണ്ടി തയ്യാറെടുത്തോ അതിന് ആഹ്വാനം ചെയ്തോ എന്ന് ആരെങ്കിലും പറയുമ്പോൾ, അത് ജോർജ് സോറസ് ആയാലും അല്ലെങ്കിൽ ഇന്ത്യക്കെതിരെ നിൽക്കുന്ന വിരുദ്ധ ശക്തികളായാലും, അത് അതിനനുസരിച്ച് സംസാരിക്കുകയാണോ അതോ ഇനി തലയ്ക്ക് വെളിവില്ലാതെ സംസാരിക്കുകയാണോ നമുക്കറിയത്തില്ല. ഏതായാലും ഇത് പരിശോധിക്കേണ്ടിയിരിക്കുന്നു. ഇദ്ദേഹത്തിനെതിരെ ചുമത്തേണ്ട കുറ്റം രാജ്യദ്രോഹ കുറ്റമാണ്. ആ രാജ്യദ്രോഹ കുറ്റം ചുമത്തി കേസെടുത്ത് അകത്തിടേണ്ട പല ഘട്ടങ്ങളിൽ പല ആക്ഷേപങ്ങൾ പുള്ളിയുടെ പേരിൽ വന്ന് ഇപ്പം വളരെ കൃത്യമായിട്ട് ഇത് വന്നിരിക്കുകയാണ്. ഇതിന് BJPക്കാർ രാഷ്ട്രീയമായിട്ട് ഉപയോഗിക്കുന്നു, അല്ലെങ്കിൽ കേന്ദ്ര ഗവൺമെൻറ് ഉപയോഗിക്കുന്നു. കാരണം അവർക്ക് ഇദ്ദേഹത്തെ കൊണ്ട് ഗുണമാണ്, ദോഷമൊന്നുമില്ല കേട്ടോ. നമ്മൾ രാഷ്ട്രീയമായിട്ട് പറയുമ്പം ഇദ്ദേഹത്തെ കൊണ്ട് ഗുണമാണ്. കാരണം അവരുടെ രാഷ്ട്രീയം കൊണ്ടുപോകുന്നതിന്, അവർക്ക് ജോലി ചെയ്യുന്നതിന് കൂടുതൽ ആക്കം കിട്ടുന്നതിനും അല്ലെങ്കിൽ അത് കൂടുതൽ വ്യക്തതയിൽ കൊണ്ടുപോകുന്നതിനും ഒക്കെ ഇദ്ദേഹം സഹായമാകുന്നുണ്ട്. അതേ രീതിയിലുള്ള പ്രസ്താവനകൾ. അതുകൊണ്ടാണ് ഒരിക്കലും നമ്മൾ ടോക്ക് നടത്തി എനിക്ക് ഇദ്ദേഹത്തെ പർച്ചേസ് ചെയ്തോ BJP, അത് അമിത്ഷായുടെ കെയർ ഓഫിലാണോ എന്ന് പോലും നമ്മൾ ചർച്ച ചെയ്യുന്നത്. കേരളത്തിൽ 2 തവണ വയനാട്ടിൽ നിന്ന് ജയിച്ചു പോയി. വയനാട് മണ്ഡലത്തിന്റെ കാര്യമാണ് ഞാൻ ചുമ്മാതല്ലേ SFI പിള്ളേർ അവിടെ വാഴ വെച്ച് ഇപ്പൊ ഇനി വാഴയും ചേന എല്ലാം കൂടെ വെക്കേണ്ട അവസ്ഥയിലേക്ക് വരുമോ? വേറെ ഇപ്പം ഒരാൾ വന്നിട്ടില്ല. അപ്പം അവർക്ക് ഇതിനകത്ത് താല്പര്യം കൊണ്ട് നമ്മൾ ഇതിനകത്ത് ഇദ്ദേഹത്തിൻ്റെ ജോഡോ യാത്ര ഉദ്ഘാടനം ചെയ്ത് ഈ പറയുന്ന നമ്മൾ വേറൊന്നും പറഞ്ഞില്ല, ഒരു പാസ്റ്റർ ഉദ്ഘാടനം ചെയ്ത്, അതൊന്നും എൻ്റെ വിവാദമായതാണ്. ജോഡോ യാത്രയുടെ സമാപന സമ്മേളനത്തിൽ ഇന്ത്യയിലെ ശക്തി ഞാൻ ഇല്ലായ്മയും, അദ്ദേഹത്തിന് ഇന്ത്യയുടെ ശക്തി എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എല്ലാവരും വിചാരിച്ചു ശക്തി എന്തോന്നറിയാം, അദ്ദേഹം എല്ലാവരും ഊഹിച്ചാലേ നരേന്ദ്രമോദി വ്യക്തമാക്കിയ ശക്തിയെ തന്നെ ഇല്ലാതാക്കുമെന്നാണ് പറഞ്ഞത്. അത് വ്യക്തമാകുന്ന രീതിയിലല്ലേ അദ്ദേഹത്തിൻ്റെ ഉദ്ഘാടനം ആരായിരുന്നു. അതുപോലെ തന്നെ നമ്മളീ പറയുമ്പോൾ ഇവരെന്ത് ത്യാഗമായി ഇത് ഇന്ത്യക്ക് വേണ്ടി ചെയ്യുന്നത്. നമ്മൾ നെഹ്റുവിൻ്റെ കാലം തൊട്ട് ഇതിനകത്ത് ഇവരുടെ കുടുംബത്തിനകത്ത് ഇന്ത്യക്ക് വേണ്ടി അല്പമെങ്കിലും ഇന്ത്യയുടെ ഭാഗമായിട്ട് നിന്ന സ്വേച്ഛാധിപതിയാണെങ്കിൽ പോലും ഒരു പ്രധാനമന്ത്രി അല്ലെങ്കിൽ ഒരു നേതാവെന്ന് പറയുന്നത് ഇന്ദിരാഗാന്ധിയുള്ളൂ. അതുകൊണ്ട് തന്നെ അവരുടെ മരണം സംഭവിച്ചു. മരണം ദുരൂഹമാണെന്ന് ഇപ്പോഴും പറയുന്നത്. അതിനൊക്കെ അമേരിക്കൻ ഡീപ് സ്റ്റേറ്റ് ഇടപെടലുണ്ടെന്ന് പറയുന്നു. അതുപോലെ സോണിയാഗാന്ധി, രാജീവ് ഗാന്ധി പ്രധാനമന്ത്രിയായിരുന്നപ്പോൾ കൊടുത്ത ആ വസതി സോണിയാഗാന്ധി ഇതുവരെ ഒഴിഞ്ഞിട്ടുണ്ടോ സാറേ? കാരണം ഇന്ത്യൻ പ്രധാനമന്ത്രി താമസിക്കുന്നതിനെക്കാട്ടി 10,000-ൻ്റെ അപ്പുറം സ്ക്വയർ ഫീറ്റ് കൂടുതലുള്ള വീട്ടിലാണ് അവർ താമസിക്കുന്നത്. അവരാ പറയുന്നത് ഇന്ത്യക്ക് വേണ്ടി ത്യാഗം ചെയ്തു. അവരുടെ മകൻ പറയുന്നു ഞങ്ങൾ ഇന്ത്യക്ക് വേണ്ടി ത്യാഗം ചെയ്തു. എന്ത് ത്യാഗം ചെയ്തത്? ഇന്ത്യയുടെ ഭാഗമായിട്ട് നിന്നുകൊണ്ട് അതിൻ്റെ എല്ലാ ആനുകൂല്യങ്ങളും സ്വാതന്ത്ര്യം കിട്ടിയ അന്ന് തൊട്ട് ഇന്ന് വരെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കുടുംബമല്ലേ അവർ. ആ കുടുംബം ഇപ്പം ഇന്ത്യയെ ക്കെതിരെ യുദ്ധം ചെയ്യാൻ തീരുമാനിക്കുന്ന ഇതിൻ്റെ ഭാഗമായിട്ട് നിൽക്കുന്ന ആളിൻ്റെ കയ്യിലേക്ക് വീണ്ടും ഇന്ത്യയെ കൊടുക്കണമെന്നാണ് പറയുന്നത്. അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ പണി എന്താണെന്ന് വ്യക്തമായി, അല്ലെങ്കിൽ രാഹുൽ ഗാന്ധിയെ എന്തിനു വേണ്ടി നിയോഗിച്ചിരിക്കുന്നത് വ്യക്തമായി. അപ്പം അമേരിക്കയുടെയും അല്ലെങ്കിൽ അമേരിക്കയുടെ അല്ല, ഇന്ത്യക്കെതിരെ നിൽക്കുന്ന രാജ്യങ്ങളുടെയും ജോർജ് സോറസിൻ്റെയും ഇന്ത്യ വിരുദ്ധ ശക്തികളുടെയും ഒക്കെ നേതാവാണ് ഞാൻ ഇന്ത്യക്കെതിരാണ്, ഇയാൾ രാജ്യദ്രോഹിയാണ്, ഇയാൾക്കെതിരെ കേസെടുക്കണം. അതാണ് നമുക്ക് പറയാനുള്ളത്. അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള വർത്തമാനം പറയത്തില്ല, ഇത്തരത്തിലുള്ള വർത്തമാനം പറയാൻ പാടില്ല. മാത്രമല്ല പ്രതിപക്ഷ നേതാവാണ്, ഇന്ത്യയുടെ ഭാഗത്തു നിന്നാണ് സംസാരിക്കേണ്ടത്. ഇന്ദിരാഗാന്ധി ഉണ്ടായിരുന്നല്ലോ, ഇന്ദിരാഗാന്ധി ജയിലിൽ കിടന്നല്ലോ. അതിനുശേഷം വിദേശത്തൊരു മാധ്യമത്തിന് പോയപ്പോൾ അയാൾ പഠിക്കട്ടെ, മുത്തശ്ശിയല്ലേ ചോദിച്ചു, നിങ്ങളെ ഒത്തിരി ദ്രോഹിച്ചു അല്ലേ ഇന്ത്യ, നിങ്ങളൊരു പ്രധാനമന്ത്രിയായിട്ട് എത്ര കാലം വരുന്നതാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ ഫാമിലി ആ ഇന്ത്യയുടെ ഭാഗമല്ലേ? അന്നേരം പറഞ്ഞ് എൻ്റെ രാജ്യത്തെ കാര്യം ഞാൻ നോക്കിയോളാം, എൻ്റെ രാജ്യത്തിനകത്ത് പ്രശ്നമുണ്ടെങ്കിൽ അതിവിടെ ചർച്ച ചെയ്യത്തില്ല, ഞാൻ രാജ്യത്തിനകത്ത് എൻ്റെ ജനാധിപത്യ സംവിധാനത്തിനകത്ത് ചർച്ച ചെയ്തോളാം. അതായിരുന്നു അവരെ ആ രീതിയിൽ അവരെ നമ്മൾ അംഗീകരിക്കണം. കാരണം ആ ഇന്ത്യക്കെതിരെ അല്ലെങ്കിൽ അവർക്ക് എത്ര വേദന ഇന്ത്യയുടെ ഭാഗത്തു നിന്നും ഇവിടുത്തെ ഭരണാധികാരികളുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളപ്പോഴും ഇന്ത്യയെ വെളിയിൽ പോയി തള്ളിപ്പറയാൻ
അല്ലെങ്കിൽ ചെയ്യാത്തൊരു സ്ത്രീയാണ് അവർ. ആ രീതിയിൽ അവരെ നമ്മൾ അംഗീകരിക്കേണ്ട സ്ത്രീ. അപ്പം അതെങ്കിലും കണ്ടുപഠിക്കണം. പക്ഷേ ഇദ്ദേഹം അജണ്ട വെച്ച് അതിനുവേണ്ടി സമയം കണ്ടെത്തി വിദേശത്ത് പോകുന്നുണ്ട്. പ്രതിപക്ഷ നേതാവാകുന്നതിനും പല ഘട്ടങ്ങളിൽ ഇത് നടത്തിയിട്ടുണ്ട്. ഇന്ത്യക്കും വെളിയിലും ഇന്ത്യക്കെതിരെ പ്രസ്താവന നടത്തുന്നതിനും, ഇന്ത്യ ഇല്ലാന്ന് വരുത്തുന്നതിനും, ഇന്ത്യയിലെ വ്യവസായികളെ ഇല്ലായ്മ ചെയ്യുന്നതിനും, ഇന്ത്യയെ മൊത്തത്തിൽ എക്കണോമിക് ഗ്രോത്ത് തടയുന്നതിനും, എല്ലാ രീതിയിലും ഇന്ത്യയുടെ പുരോഗതിയെ പുറകോട്ട് നടത്തുന്നതിന് അച്ചാരം മേടിച്ച നേതാവാണോ എന്ന് ആരെങ്കിലും സംശയിച്ചാൽ അതിന് കുറ്റം പറയാനൊക്കത്തില്ല. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.